വയനാട്ടിൽ രാവിലെ സൈക്കിളായിട്ട് ഇറങ്ങി. ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറി. 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കിലോമീറ്റർ അല്ല, കാരണം നല്ല കയറ്റമുണ്ട്, അതേപോലെ ഇറക്കമുണ്ട്. രണ്ടും ഒരേപോലെ പേടിക്കണം. കാരണം ഇറക്കം കൺട്രോൾ വിട്ട് പോയി കഴിഞ്ഞാൽ വല്ലയിടത്തും ചെന്ന് കയറും, അതേപോലെ കയറ്റം കയറുമ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും നല്ല കാലാവസ്ഥ, ഒരു മൂടിയ മഞ്ഞും ചെറിയ തണുപ്പും, ചെറിയല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കനാൽ റോഡുണ്ട്, കനാൽ റോഡിൻ്റെ അവിടെ വന്നാണ് ഇത്. എന്താ പറയുക, ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു ഇടമാണ് കേട്ടോ. 5 കിലോമീറ്റർ മുട്ടിൽ നിന്ന് മാറിയിട്ട്, ഞാൻ മുട്ടിലാണ് താമസിക്കുന്നത്. മുട്ടിൽ ഇടപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് 5 കിലോമീറ്റർ മാറിയിട്ട്. അപ്പോൾ വയനാട്ടിൻ്റെ കുറേ സ്ഥലങ്ങളൊക്കെ പോയതാണ്, വർഷങ്ങളായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ചില ഉള്ളേരിയൊക്കെ ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ആ കാലാവസ്ഥയും ആ അന്തരീക്ഷവും പിന്നെ ആ സൈക്കിളിൽ വന്ന ആ മൂടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, നല്ല ഭംഗിയാണ്. പതുക്കെ സൈക്കിളോട്ട് വന്ന് ഇനിയിപ്പോൾ ഏതെങ്കിലും നല്ലൊരു ചായക്കടയിൽ കയറി ചൂട് ചായ, ഈ തണുപ്പിൻ്റെ കൂടൊപ്പം ചൂട് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും സൈക്കിളിൽ വരാൻ പറ്റിയില്ലെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ മാർഗം വരിക. വയനാട് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5ാമത്തെ മാസത്തിലേക്ക് കടന്ന്. മാസങ്ങൾ പോയി അറിഞ്ഞില്ല. ഞാൻ വളരെ ചുരുങ്ങിയ സമയത്ത് വന്ന് പോയുള്ളൂ ഇവിടെ. ആ സമയത്തൊക്കെ നല്ല കാഴ്ചകൾ ആസ്വദിച്ചിട്ടാണ് പോയത്. ഈ തവണ വന്നപ്പോൾ സൈക്കിൾ വാങ്ങി. ഞാൻ താമസിക്കാൻ അവിടെ നിന്ന് സ്വല്പം നടന്നാൽ പാറക്കൽ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ സ്കാമ്പിലോ, അവിടെ നിന്ന് സൈക്കിൾ വാങ്ങി. റിയാസിനെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റാഫാണ് അവിടുത്തെ, റിയാസാണ് എല്ലാം സെറ്റ് ചെയ്ത് തന്നത്. എന്താ പറയുക, ഒരു നല്ല മനോഹരമായ ഒരു സൈക്കിൾ വാങ്ങി നേരെ ബത്തേരി റൂട്ടിലേക്ക് ചവിട്ടി. കുറച്ച് ദൂരമാണ് ഞാൻ ഫസ്റ്റ് ദിവസം ചവിട്ടിയത്. പിറ്റേ ദിവസം ഒരു 12 കിലോമീറ്റർ വൺ സൈഡ്, അതിൻ്റെ പിറ്റേ ദിവസം ഒരു 18 കിലോമീറ്റർ വൺ സൈഡ്. 18 കിലോമീറ്ററും 5 കിലോമീറ്റർ 12 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കിലോമീറ്റർ അല്ല. കാരണം നല്ല കയറ്റം ഇറക്കമുണ്ട്, അതേപോലെ തന്നെ ബുദ്ധിമുട്ടും ഉണ്ട്. ഏതായാലും ഇനി അങ്ങോട്ട് സൈക്കിളിലായിരിക്കും വയനാട് യാത്രകൾ. അതേപോലെ തന്നെ നല്ല വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത തവണ, ഈ തവണ ഞാൻ ഇനിയിപ്പോൾ അധികം കറക്കൊന്നുമില്ല, നേരെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയ വിശേഷങ്ങളായിട്ട് വരും. അതുവരെ നമസ്കാരം.